ബംഗാളിൽ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും ഉറച്ച വിശ്വാസമാണ് ഒന്നാം ഘട്ടം പോളിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത്. അത്ര BJP അധികാരത്തിലേക്ക് അടുത്തോ ബംഗാളിലെ? ഏകദേശം അധികാരത്തിലേക്ക് അടുത്തു. മമതാ ബാനർജി മെലിഞ്ഞു എന്നുള്ളതാണ് സത്യം. കാരണം ബംഗാളിൽ ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 152 സീറ്റിലേക്കാണ് ഇലക്ഷൻ നടന്നത് കഴിഞ്ഞ ദിവസം. ആ ഇലക്ഷനിൽ 2023 തീയതി നടന്നത്. ആ ഇലക്ഷൻ നടത്തിയ സ്ഥലങ്ങളെന്ന് പറയുന്നത് നോർത്ത് ബംഗാളാണ്. ആ നോർത്ത് ബംഗാളിൽ BJPക്ക് വലിയ സ്വാധീനമുള്ളതാണ്. കഴിഞ്ഞ തവണ തന്നെ അവർ 52 സീറ്റിലധികം പിടിച്ച സ്ഥലമാണ്. 152 ഉള്ളതിൽ 52-ലധികം സീറ്റുകൾ അവർക്ക് നേടിയ സ്ഥലമാണ്. ഇത്തവണ അവർക്ക് 100-ലധികം സീറ്റുകൾ അവിടെ നേടാൻ കഴിയുമെന്നുള്ളതാണ് BJPയുടെ വിശ്വാസം. അങ്ങനെ BJPക്ക് നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJP അവിടുത്തെ ഒരു വലിയ ശക്തിയായിട്ട് വരും. ആ സീറ്റുകൾ നേടുകയും ഇനി വരാനിരിക്കുന്ന ഇലക്ഷനിൽ പ്രസിഡൻസി റീജിയൻ ഉണ്ട്. ആ പ്രസിഡൻസി റീജിയണിൽ അവർക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 108 സീറ്റുള്ള ഒരു സ്ഥലമാണ് പ്രസിഡൻസി. അവിടുത്തെ അതായത് അധികാര കേന്ദ്രം നിലനിൽക്കുന്ന സ്ഥലമാണ്. അവിടെ മമതാ ബാനർജിയാണ് ഈ 108 സീറ്റിൽ ഭൂരിഭാഗവും പിടിച്ചത്. ഭൂരിഭാഗം എന്നല്ല, ഒരു 20-21 സീറ്റ് ഒഴിച്ച് ബാക്കി മുഴുവൻ അവരാണ് നേടിയത്. പക്ഷേ ഇത്തവണ BJPക്ക് അവിടെയും വലിയ ശക്തിയുണ്ട്. 50-ലധികം സീറ്റുകൾ നേടാൻ കഴിഞ്ഞാൽ, അപ്പോൾ ഒന്നാം ഘട്ടത്തിൽ നേടുന്ന 100-ഉം രണ്ടാം ഘട്ടത്തിൽ നേടുന്ന 50 സീറ്റുകൾ മതി കേവല ഭൂരിപക്ഷത്തിന്. അപ്പോൾ അവിടെ ഒന്നാം ഘട്ടത്തിലെ 100 സീറ്റുകളും ഇപ്പോഴത്തെ ഒരു 50 സീറ്റുകളും ഒപ്പിക്കാൻ കഴിഞ്ഞാൽ, ഇവിടെയാണ് പ്രധാന പ്രശ്നം. ഈ രണ്ടാം ഘട്ടത്തിൽ 50 സീറ്റുകൾ നേടാൻ, 108-ൽ 50 സീറ്റ് നേടാൻ കഴിഞ്ഞാൽ അത് പ്രധാനമായത് കൊൽക്കത്ത, ഹൗറ, നാസിക്, അതുപോലെ തന്നെ നോർത്ത് പർഗാന, 24 നോർത്ത് പർഗാന, ഈ സ്ഥലങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട. ഇവിടെ BJPക്ക് ആം ആദ്മി TMCയെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന മൈലേജ് ഭയങ്കര. ഇത്തവണ അതിനായി അവർ അങ്ങേയറ്റം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ 108-ൽ 50 സീറ്റ് അവർക്ക് പിടിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ 150, അതായത് 294-ൽ 150 സീറ്റുകൾ മതി. പിന്നെ ഒരു 10-36 സീറ്റുണ്ട്. അതൊക്കെ അധികവും ഈ ബാലികാറ മല പോലെ കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ BJP ബോർഡർ സ്റ്റേറ്റുകളിൽ പലതിലും ആം ആദ്മി BJPക്ക് TMCയെ പൊട്ടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സ്ട്രെങ്ത് ഇല്ല എന്ന് പറയാം. മുസ്ലിം മജോറിറ്റിയുള്ള പല സ്ഥലങ്ങളിൽ. ആ സ്ഥലങ്ങളിൽ അവർക്കൊരു പക്ഷേ തിരിച്ചടി വന്നാലും ഈ സ്ഥലങ്ങൾ വെച്ചിട്ട് അവർക്ക് മുന്നേറാൻ കഴിയും എന്നുള്ളതാണ് ഈ ഇലക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയേണ്ടത്. അതിൽ ഒരു കാര്യം, മമതയ്ക്കൊപ്പം നിന്നിരുന്ന 2 ഘടകങ്ങൾ. ഒന്ന്, മമതയ്ക്കൊപ്പം നിന്നത് നമുക്കറിയാം, ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്ത മുസ്ലിങ്ങളടക്കം ഉള്ളവരും അവിടുത്തെ മുസ്ലിങ്ങളും ചേർന്നു. ഇപ്പോൾ അതിൽ 90 ലക്ഷം പേരെ പുറത്താക്കിയിരിക്കുന്നു. ആ പ്രശ്നമോട് നിൽക്കുമ്പോൾ മമതയ്ക്ക് പണ്ടത്തെ പോലെ തനിക്ക് പ്രശ്നമുള്ള മണ്ഡലങ്ങളിൽ ആൾക്കാരെ നേരത്തെ 6 മാസം മുമ്പേ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് പല പരിപാടികൾ നടത്തുന്നതൊന്നും ഇത്തവണ സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ആ ഒരു പരാജയം അവർക്ക് തിരിച്ചടിയായേക്കാം. രണ്ടാമത്തേത് വനിതകളുടെ ഒരു പ്രശ്നമാണ്. വനിതകൾ എപ്പോഴും ആം ആദ്മി പാർട്ടി TMCക്കൊപ്പമാണ് നിന്നിരുന്നത്. ആ TMCയുടെ ശക്തിയെ ഇപ്പോൾ ദുർബലമാക്കാൻ BJP കഴിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാന കാരണം വനിതാ ബില്ല് അടക്കമുള്ളതും പിന്നെ BJP അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളും ഒക്കെ പ്രധാനമായിട്ട് അവർ പറഞ്ഞു. ബീഹാറിൽ സ്ത്രീകൾക്ക് എന്താണ് വ്യത്യാസം വന്നത് നിങ്ങൾ നോക്കുക. അതേ വ്യത്യാസം നിങ്ങൾക്ക് ബംഗാളിലും ഉണ്ടാകാൻ പോവുകയാണ്. അതിനുള്ള പ്രപ്പോസലുകളും കാര്യങ്ങളും വരും, നിർദ്ദേശങ്ങളും ഓൾറെഡി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് വനിതാ ബില്ല് കൂടി വന്നതോടുകൂടി, ആ വനിതാ ബില്ലിനെ TMC എതിർത്തതോടുകൂടി അർബൻ മേഖലകളിൽ പല വോട്ടുകളും മാറാൻ സാധ്യതയുണ്ട്. പിന്നെ സ്മൃതി ഇറാനിയെ പോലുള്ളവരുടെ അവിടെ ഉള്ള സാന്നിധ്യം, അവരവിടെ ഇറങ്ങി BJPക്ക് വേണ്ടി ശക്തമായ പ്രചരണവും പ്രവർത്തനവും നടത്തുന്നത്. ഇതെല്ലാം സുവേന്ദു അധികാരിക്ക് വലിയ ഗുണം ചെയ്യും. പിന്നത്തെ ഒരു കാര്യം, സുവേന്ദു അധികാരി അവിടെ ഒന്നാം തരം ഒരു പ്രതിപക്ഷ നേതാവായും
ഒരു ശക്തനായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായും വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അത് അപ്പോൾ മമതയ്ക്ക് ബദൽ ആരെന്ന് ഇന്ന് ചോദിച്ചാൽ സുവേന്ദു അധികാരി ഉണ്ട് എന്ന് പറയാനുള്ള വിധത്തിലേക്ക് അദ്ദേഹം ഈ 5 വർഷം കൊണ്ട് വളർന്നു കഴിഞ്ഞു. പിന്നെ ഈ SIR-ഉം വലിയൊരു ഘടകമായി മാറും. SIR വലിയ ഘടകമാണ്. കാരണം 90 ലക്ഷം സീറ്റുകൾ മാറുമ്പോൾ തന്നെ വലിയ വ്യത്യാസം വരും. ഇവർ തമ്മിലുള്ള സീറ്റിന്റെ അന്തരം 4-5% TMCയും പിന്നെ BJPയും തമ്മിൽ. അതിൽ ഏകദേശം 10% അടുപ്പിച്ച് വരുന്ന ഇതാണിപ്പോൾ മാറി. പിന്നെ 90 ലക്ഷം പേരെ മാറ്റുക എന്ന് പറയുമ്പോൾ വലിയൊരു ഇതല്ലേ വന്നിരിക്കുന്നത്. ഒരു കാര്യം പറയുന്നത് ഈ മറ്റവരെല്ലാം ഇല്ലാതായല്ലോ അവിടെ. CPM-ന് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായി. പക്ഷേ ഇത്തവണ റൂറൽ ചിലയിടങ്ങളിൽ CPM പിന്നെ കഴിഞ്ഞ തവണ സംപൂജ്യരാവില്ല. 2-3-4 സീറ്റുകളൊക്കെ നേടാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. റൂറൽ മേഖലകളിൽ പിന്നെ CPM വളരെയധികം ശക്തമായിട്ട് പ്രവർത്തനം രംഗത്ത് വന്നു. അവിടെ വീണ്ടും വളർച്ചയുടെ ലക്ഷണമാണ്. റൂറൽ ഏരിയയിൽ ചെറുതായിട്ട്, കാരണം പൂർണ്ണമായും ശൂന്യമാകാൻ വഴിയില്ല. കാരണം 30 വർഷം ഭരിച്ച ഒരു പാർട്ടിയാണ്. ആ പാർട്ടി പൂർണ്ണമായും എന്നും സീറോയിൽ നിൽക്കണമെന്ന് ഇല്ലല്ലോ. ഒരു 3-4 സീറ്റുകൾ എങ്കിലും പിടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അതും മമതയ്ക്ക് ഗുണമുള്ള സീറ്റുകളിലേക്കാണ് ആ വോട്ടുകൾ പിടിക്കാൻ പോകുന്നതെന്നും അറിയുന്നു. അതുകൊണ്ട് അത് BJPക്ക് വലിയ ദോഷമൊന്നും വരുന്ന കാര്യമല്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മമത ഈ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ബംഗാളി തൊഴിലാളികളെ അവിടെ വരുത്തിയിട്ടുണ്ട്. വണ്ടിക്കൂലി കൊടുത്താണ് വരുത്തിയിരിക്കുന്നത്. ഇവിടുന്ന് എല്ലാവരും പോയി. ഇവിടുന്ന് എല്ലാവരും ടിക്കറ്റ് ഉൾപ്പെടെ സ്പോൺസർ ചെയ്താണ് അവിടെ എത്തിച്ചിരിക്കുന്നത്. അല്ല, അവര് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ തവണ വന്നില്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാതാവും, റേഷൻ കാർഡ് ഇല്ലാതാവും, നിങ്ങളുടെ കുടുംബത്തിന് കഞ്ഞികൂടി മുട്ടും, നിങ്ങൾ അവിടെ നിന്ന് അയക്കുന്ന പൈസ ഇവിടെ ഒന്നിനും തികയാതെ വരും. ഇപ്പൊ നിങ്ങൾക്ക് റേഷൻ കിട്ടുന്നുണ്ട്, സൗജന്യ സൗകര്യം കിട്ടും, ഇതെല്ലാം കിട്ടണമെങ്കിൽ വോട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അല്ല, റേഷൻ കാർഡ് ഇല്ലാതാക്കാൻ അവർക്ക് ഇടപെടാൻ കഴിയത്തില്ലല്ലേ? അത് ഇതെല്ലാം ഭീഷണിപ്പെടുത്തലല്ലേ. റേഷൻ കാർഡ് ഇല്ലാതാവും, ആധാർ കാർഡ് ഇല്ലാതാവും, ഇലക്ഷൻ ID ഇല്ലാതാവും. ഇത്തവണ വോട്ട് ചെയ്തില്ലെങ്കിൽ പോക്കാണെന്നാ പറയുന്നത്. ഇവിടെ മലപ്പുറത്തും അങ്ങനെ പ്രചരണം നടത്തിയെന്നാ പറയുന്നത്. ഇത്തവണ വന്ന് വോട്ട് ചെയ്തില്ലെങ്കിൽ ചിലപ്പം ഇലക്ഷൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇനി പേരില്ലാതായി പോകും. അങ്ങനെ പോയാൽ ചിലപ്പോൾ പൗരത്വം ഇല്ലാതായി പോകും എന്നൊക്കെ പറഞ്ഞ് കുറേ പാവങ്ങളെ പറ്റിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും ബംഗാളിൽ അത് ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട്. എല്ലാ സംസ്ഥാനങ്ങളും, ഇവിടുന്ന് മാത്രമല്ല, ഡൽഹി, ബീഹാർ, പിന്നെ ഗുജറാത്ത്, ബോംബെ, ഇവിടെ എങ്ങും ഫാക്ടറികളിൽ പോലും ആളില്ല. ഒരുപാട് ചെറുകിട ഫാക്ടറികളിലൊക്കെ പ്രവർത്തിച്ചിരുന്നവർ, ചെറിയ നമ്മുടെ ഇവിടെ തന്നെ ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയിലായിട്ടുണ്ട്. ഗ്യാസിന് പുറമെ ഇപ്പം പിന്നെ കത്തിക്കാൻ ആളും ഇല്ലാതായി. ഒരു ഗ്യാസ് എവിടെന്നെങ്കിലും സംഘടിച്ചു നിന്നാൽ അത് കത്തിക്കാനായിട്ടുള്ള കുക്കും പോയി. എല്ലാം ബംഗാളികൾ അങ്ങ് പോയിരിക്കുകയല്ലേ. ഞാൻ 2-3 പേരുടെ ചോദിച്ചപ്പോൾ പറഞ്ഞു വലിയ ഗതികേടാണ്, ഇനി 28-ാം തീയതി കഴിയാതെ ഒരു രക്ഷയില്ല, ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ 28-ാം തീയതി കഴിയാതെ ഞങ്ങൾ വരില്ലെന്നാണ് പറയുന്നത്. ചിലർ 4-ാം തീയതി കഴിഞ്ഞിട്ട് റിസൾട്ടും കഴിഞ്ഞിട്ട് അവരുള്ളതെന്നാണ് പറയുന്നത്. അല്ല, അവരങ്ങനെ പെട്ടെന്ന് വരില്ല. കാരണം അവരുടെ ഒരു ഗൾഫല്ലേ. കാരണം പോയപ്പോൾ ഒരു 2 മാസം നിന്നിട്ട്. അതെ, അത് മാത്രമല്ല, 28-ാം തീയതി ഫൈനൽ വോട്ടിംഗ് ഉണ്ടല്ലോ, ഭക്തി 29. അപ്പൊ അതും കൂടെ കഴിഞ്ഞിട്ടേ അവർ വരുള്ളൂ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പൊ ആ 2ാം ഘട്ടവും കൂടെ പോളിംഗ് കഴിഞ്ഞിട്ട് പലരും വരുള്ളൂ. ചിലർ പറയുന്നത് റിസൾട്ടും വന്ന് കഴിഞ്ഞിട്ടേ വരുള്ളൂ. ആരായിരിക്കും അധികാരത്തിൽ വരുന്നെന്നുള്ള അറിഞ്ഞ് അതിന്റെ ഗുണമൊക്കെ പറ്റിയിട്ടൊക്കെ വരാനായിട്ടിരിക്കും കാത്തിരിക്കുന്നത്. ഇല്ലെങ്കിൽ ജയിക്കുന്ന പാർട്ടിയുടെ കൂടെ ചേർന്ന് ജയി വിളിച്ചാൽ മതിയല്ലോ, ഞാനും വോട്ട് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കാമല്ലോ. അപ്പൊ എന്തായാലും ഇത്തവണ നിസ്സാരമല്ല. പക്ഷേ ഈ മാൽഡ, മുർഷിദാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ പ്രതിസന്ധിക്ക് സാധ്യതയുണ്ട്. അവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ ആം ആദ്മി പാർട്ടി TMCക്ക് കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം അവർ അവിടെ നടത്തിയിരിക്കുന്ന പ്രചരണത്തിലധികവും നിങ്ങളെ മുഴുവൻ BJP വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് വെടിവെച്ച് ഓടിക്കും, ഇവിടെ എങ്ങും നിർത്തുകയില്ല, നിങ്ങളുടെ മുച്ചൂടെ നിങ്ങളെ നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ വോട്ടേഴ്സ് ID-യിൽ പേരുള്ള മുസ്ലിങ്ങളും വോട്ടേഴ്സ് ID-യിൽ പേരില്ലാത്ത മുസ്ലിങ്ങളും ഒരുപോലെ ഭയചകിതരായി നിൽക്കാനായിട്ട് TMC വളരെയധികം ശ്രമിക്കുന്നുണ്ട്. TMCയുടെ പ്രവർത്തനം അങ്ങനെ പോകുന്നുണ്ട്. ഇതിലെല്ലാം ഉപരിയായിട്ട് BJPക്കാർക്കെതിരെ ഈ റോഹിംഗ്യൻസിനെ വെച്ചിട്ട് ഭയങ്കര ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ 30 വർഷത്തെ CPM ഭരണം അവസാനിപ്പിച്ചത് അങ്ങനെയാണ്. എല്ലാവരും അടിച്ചൊതുക്കി, നേതാക്കളെ വെട്ട് ഒക്കെ കൊടുത്തു, പാർട്ടി ഓഫീസുകൾ പിടിച്ചടക്കി, അവിടെ TMCയുടെ ബോർഡ് വെച്ചു, കൊടി പിടിച്ചെടുത്ത് ചുവപ്പിന് പകരം TMC കൊടി സ്ഥാപിച്ചു. ഇങ്ങനെയൊക്കെയാണ് പിന്നെ ഇവരെ ഒതുക്കിയതെങ്കിൽ BJP അതുപോലെ ഒതുക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഇപ്പം TMC നിൽക്കുന്നത്.
പക്ഷേ അവിടെ കേന്ദ്രസേനയും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ കോടതിയും എല്ലാവരെയും ഇടപെടുത്തിക്കൊണ്ട് അമിത്ഷായും സംഘവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്യുന്നതിനാണ് BJP പ്രവർത്തകർക്ക് അടി കിട്ടാതെയും വെടി കൊള്ളാതെയും നോക്കുന്നതിനും കൂടെയാണെന്നാണ് പറയുന്നത്. അമിത്ഷായുടെ നേതൃത്വത്തിൽ അവിടെ നിലകൊള്ളുന്നത്. കാരണം എവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഇലക്ഷൻ കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്, പോലീസിനെയും കേന്ദ്രസേനയും വിളിച്ചുകൊള്ളുക, അപ്പം തന്നെ അവിടെ ഇതാക്കിക്കൊള്ളുക. വേറൊരു കാര്യം പറയുന്നത്, ഈ ക്യാമറ ഓരോ ബൂത്തിലും ഉണ്ടല്ലോ, അവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്. കാരണം TMC എപ്പോഴും കള്ളവോട്ടുകളുടെ ഒരു വിദഗ്ധരാണ്. അവർക്ക് ഈ CPM ചെയ്യുന്ന എല്ലാ വേലകളും അവർ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മിനിറ്റ് ക്യാമറ ഓഫായാൽ അവിടെ റീ ഇലക്ഷനാണ്. ജസ്റ്റ് 1 മിനിറ്റ്. അത് കറണ്ട് അപാകത കൊണ്ട് വന്നാൽ പോലും, അത് കറണ്ട് വരില്ല, കാരണം ബാറ്ററിയും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപാകത വരില്ല എങ്കിൽ പോലും 1 മിനിറ്റ് ക്യാമറ ഓഫായാൽ, ഒരു പോളിംഗ് ബൂത്തിലെ ക്യാമറ ഓഫായാൽ, 1 മിനിറ്റ് കൂടുതൽ ഓഫായാൽ തീർച്ചയായിട്ടും ഇലക്ഷൻ വീണ്ടും നടത്തും. കംപ്ലീറ്റ് ആ പോളിംഗ് ബൂത്തിലെ മുഴുവൻ വോട്ടുകളും റീപോളിംഗ് നടത്തി മാത്രമേ നടത്തുള്ളൂ എന്ന് പറഞ്ഞ് ഒരു ഇലക്ഷൻ കമ്മീഷൻ ശക്തമായ നടപടി എടുത്തിട്ടുണ്ട്. കാരണം ഇവരുടെ ഈ ഗുണ്ട സ്റ്റൈലിനെ ഒന്ന് ഈടാക്കാനായിട്ട് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട് TMC ജനാധിപത്യപര വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതിനെക്കുറിച്ചും. അവിടെ ജഡ്ജസിൻ്റെ കമ്മിറ്റി വന്നവരെ പോലും ചെറുക്കാനും തടുക്കാനും ഒക്കെ നിൽക്കുന്നത് പോലീസ് ഓഫീസർമാർക്കും ഇലക്ഷൻ ഉദ്യോഗസ്ഥന്മാർക്കും പോലും പ്രവർത്തിക്കാൻ സമ്മതിക്കാത്തതൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ മമത എന്ന് പറയുന്നത് വെറും ഒരു ആളല്ല, ഒരു ഗുണ്ട നേതാവിൻ്റെ ശൈലി നിൽക്കുന്ന ആളാണ്. അവരെ BJPക്ക് എതിർത്ത് തോൽപ്പിക്കാനും ചെറുത്ത് തോൽപ്പിക്കാനും കഴിയും. പക്ഷേ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരെ എന്തെങ്കിലും ചെയ്താൽ അത് വിപരീത ഫലമാകും ഉണ്ടാകുക എന്നുള്ളത് കൊണ്ട് BJP വളരെ സംയമനം പാലിച്ച് തങ്ങളുടെ ആളുകൾക്ക് അടിയും ഇടിയും കിട്ടാതെ നോക്കുക എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്തായാലും 152 സീറ്റുകളിലേക്ക് ഇപ്പം നടന്ന ഇലക്ഷനിൽ 100-ൽ കൂടുതൽ പിടിക്കുകയും 108ലേക്ക് ഇനി വരുന്ന ഇലക്ഷനിൽ 50 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയുകയും ചെയ്താൽ BJP കേവല ഭൂരിപക്ഷമായ 148 മുകളിലെത്തുകയും, 294 ആണല്ലോ, 148 സീറ്റിന് മുകളിലെത്തുകയും ബംഗാൾ പിടിക്കുകയും ചെയ്യും. പിടിക്കാനും പിടിച്ചില്ലെങ്കിലും ഇത്തവണത്തോടുകൂടി ബംഗാളിൽ മമതയുടെ അപ്രമാദിത്വം അവസാനിക്കും. അതിന് യാതൊരു സംശയവുമില്ല.